Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഞാൻ വലിയ ഡിഷൊന്നും പറയാൻ പോകുന്നില്ല. ബാച്ചിലേഴ്സിനാണെങ്കിൽ പോലും നമുക്ക് ഈ ഡിഷ് ഉണ്ടാക്കാൻ പറ്റും. എന്നതാണെന്നറിയാവോ, ശരിക്കും നമ്മൾ വീട്ടിലൊക്കെ ദിവസം ഓംലെറ്റ് ഉണ്ടാക്കും. പക്ഷെ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ ഇവിടെ ഓംലെറ്റ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നതെന്ന്. പക്ഷെ ഓംലെറ്റേ അല്ല ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്പാനിഷ് ഓംലെറ്റാണ്. പക്ഷെ അതിനകത്ത് ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ, വെജും വരും നോൺ വെജും വരും. അതെങ്ങനെയാണെന്നറിയാമോ, അതിൻ്റെ കഥ പിന്നെ പറഞ്ഞുതരാം. പിന്നെ ഒരു ഗ്രേപ്പ് ജ്യൂസാണ്. ഗ്രേപ്പ് ജ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിന് മുന്നേ ഒരു ഗ്രേപ്പ് പഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതിന് നമ്മൾ ഗ്രേപ്പ് പഞ്ച് എന്നൊക്കെ പറഞ്ഞ് പേരിട്ടു. പക്ഷെ ഇതിന് ഞാൻ ഇതുവരെ പേരിട്ടിട്ടില്ല. ലെമണും ഗ്രേപ്പും കൂടെ ചേരുന്നതുകൊണ്ട് ലെമൺ ഗ്രേപ്പ് ജ്യൂസിന് നമുക്ക് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വേണ്ട. നാരങ്ങ പിഴിഞ്ഞൊഴിക്കരുത്, കാര്യം കാശ് കൊടുത്ത് മേടിക്കുന്നതായതുകൊണ്ട് നമുക്ക് നാരങ്ങ മുഴുവനോടെ ഇടാം. ഇപ്പം ഞാൻ എടുത്തേക്കുന്ന രണ്ട് നാരങ്ങ മീൻസ് മീഡിയം ഒരു നെല്ലിക്ക വലിപ്പത്തിനുള്ള നാരങ്ങായ ഇട്ടേക്കുന്നേ. അത് വെജസ് ആയിട്ട് മുറിച്ചേക്കുക. പിന്നെ കുറച്ച് മുന്തിരിങ്ങ, ഇത് നല്ല മധുരമുള്ള മുന്തിരിങ്ങായ. ഇതല്ല നമുക്ക് മുന്തിരിങ്ങ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ പൈനാപ്പിൾ ഇട്ടാലും നല്ല ടേസ്റ്റാ. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് പഞ്ചസാരയാ. പഞ്ചസാര എന്ന് പറഞ്ഞാൽ ഗ്രേപ്സിന് നല്ല മധുരമുണ്ട്. പക്ഷെ എന്നാൽ ഒരു ഇച്ചിരി നാരങ്ങയൊക്കെ നമ്മൾ കലക്കുമ്പോൾ ഇച്ചിരി നാരങ്ങ വെള്ളത്തിന് പഞ്ചസാര ഇടുകയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇച്ചിരി പഞ്ചസാരയും കൂടെ വേണം. പിന്നെ വേണ്ടത് കുറച്ച് മിൻറ്റിന് ബേസിക്കലി ഒരു നല്ലൊരു ഗുണമുണ്ട്. എന്നാണെന്നറിയാമോ, നല്ല റിഫ്രഷിങ് ആന്നു. പിന്നെ മാത്രമല്ല, നമുക്ക് ബേസിക്കലി ഡോക്ടേഴ്സ് പറയുന്നത് എന്നാന്ന് വെച്ചാൽ നാരങ്ങ വെള്ളത്തിനകത്ത് ശരിക്കും നല്ല മിൻറ്റ് ഇട്ടിട്ട് നമ്മൾ കുടിക്കുവാണെങ്കിൽ നമുക്ക് വല്ല യൂറിനറി ഇൻഫെക്ഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഗുണം ചെയ്യും എന്നാ പറയുന്നത്. അതുകൊണ്ട് പിന്നെ വേറൊരു കാര്യമുണ്ട്, മല്ലിയിലേക്ക് ഇച്ചിരി ഹീറ്റ് കൂടുതലാന്നു, അത് ഡിഫറെൻ്റ് ആണ്. മിൻറ്റ് കുറച്ച് തണുപ്പാണ്. അപ്പം മിൻറ്റ് ഇസ് വെരി റിഫ്രഷിങ്. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് അരയ്ക്കുന്നില്ല. പക്ഷെ ഇതിനകത്ത് അരയ്ക്കാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ മുന്തിരിങ്ങയും നാരങ്ങയും പഞ്ചസാരയും പിന്നെ വെള്ളം. ആദ്യം കുറച്ച് നാരങ്ങ, 2 നെല്ലിക്ക വലുപ്പത്തിനുള്ള നാരങ്ങയെ ഞാൻ ഇടുന്നുള്ളൂ. പിന്നെ കുറച്ച് മുന്തിരിങ്ങ. ആദ്യം കുറച്ച് പഞ്ചസാര ഇടാം. പിന്നെ എന്നാന്ന് വെച്ചാൽ വേണമെന്നുണ്ടെങ്കിൽ ബാക്കി ഇട്ടാച്ചാൽ മതിയല്ലോ. നാരങ്ങയുടെ തോട് ഇടുമ്പോഴത്തേന് ഇച്ചിരി കമർക്കോന്നൊക്കെ അല്ലേ തോന്നുന്നത്. പക്ഷെ ആവുകയല്ല കേട്ടോ, നല്ലത്. എന്നാന്ന് വെച്ചാൽ ഇത് നമ്മൾ അടിച്ചെടുത്തേച്ച് അരിച്ചങ്ങ് എടുത്താൽ മതി. നാരങ്ങ നമ്മൾ അരയ്ക്കുമ്പോഴത്തേക്ക് അത് ഒത്തിരി അങ്ങ് അരയുവല്ല, അതിന്റെ തോട് കാണും. നല്ല ടേസ്റ്റ് ഉണ്ട്, മധുരമുണ്ട്, എല്ലാം ഉണ്ട്. ഇനി നമുക്ക് ഗസ്റ്റിന് സെർവ് ചെയ്യുന്ന സമയത്ത് അരിച്ചെടുത്താൽ മതി. അതുവരെ ഫ്രിഡ്ജിൽ ഇരിക്കട്ടെ. നാരങ്ങയുടെ ഒരു പുളിപ്പും ആ കമർപ്പും എല്ലാം കൂടെ ചേർന്നൊരു നല്ല സ്വാദാട്ടോ. ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ. അതല്ല, നാരങ്ങയുടെ ആ ഒരു കമർപ്പൊന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നാരങ്ങയുടെ ആ തോൽ അങ്ങോട്ട് കളഞ്ഞേച്ച് നാരങ്ങയുടെ ബാക്കിയെല്ലാം ഇട്ടേച്ചാൽ മതി. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ഇതാ കുറച്ചുകൂടെ ടേസ്റ്റ് കേട്ടോ, ഒരു കയ്പൊക്കെ വരും, പക്ഷെ നല്ല ടേസ്റ്റാണ് അത്. ഇനി അടുത്ത് എന്നാന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സ്പാനിഷ് ഓംലെറ്റിലേക്ക് തിരിയാം. ഒരു ഓംലെറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ബേസിക്കലി നമുക്ക് വേണ്ടത് ഒരു ഇതേപോലത്തെ ഒരു പാനാണ് വേണ്ടി. അപ്പം ഈ പാനിനകത്ത് നിറയണം ആ ഒരു മുട്ട. പക്ഷെ ഇത് ഒരാൾക്ക് തിന്നാൻ ഒക്കുന്ന പോലത്തെ അല്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു 4 പേരൊക്കെ ഉള്ളൊരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും കൂടെ ഒരു ഹെവി മീൽ തന്നെയാണ് ഇത്. അപ്പം ഈ ഹെവി മീലിന് വേണ്ടിയ സാധനം എന്നാന്ന് വെച്ചാൽ കുറച്ച് മുട്ട വേണം. ഇപ്പം ഞാൻ കാണിച്ച പാനാണെങ്കിൽ ഒരു 8 മുട്ടയാ കണക്ക്. അപ്പോൾ 8 മുട്ട എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് പേടിച്ചു പോരുത് കേട്ടോ. ഇതിനെക്കാട്ടിലും പകുതി പാനാന്നേലും 4 മുട്ട എടുത്തേച്ചാൽ മതി. പക്ഷെ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുന്ന കൂട്ടത്തിലല്ല, ഒരു കേക്ക് ലെവലിലായി ഓംലെറ്റ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ വേണ്ടി എന്നാന്ന് വെച്ചാൽ കുറച്ച് ഉള്ളി എന്ന് വെച്ചാൽ നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കുക. പിന്നെ വേണ്ടിയത് കുറച്ച് സോസേജ്, പിന്നെ അന്നേല് കുറച്ച് പൊട്ടാറ്റോ. ഇതിപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ അരിഞ്ഞേക്കുന്നത്. അതല്ല, ഫിംഗർ ചിപ്സ് പോലെ അരിയാനാന്നേലും അത് മതി. പക്ഷേ എത്ര മെലിച്ച് അരിഞ്ഞേച്ച് എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കുക. എന്നാലേ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് ആ ഉരുളക്കിഴങ്ങ് വേവണം. അപ്പം അത്രയ്ക്കൊരു കട്ടിയേ പാടുള്ളൂ. പിന്നെ വേണ്ടത് കുറച്ച് തൈമ.
നമ്മുടെ നാട്ടിൽ തൈം ഫ്രഷ് തൈം കിട്ടുകയില്ല, പക്ഷെ അതിൻ്റെ ഡ്രൈഡ് ഇത് നമുക്ക് കിട്ടും. അത് മേടിച്ച് വെച്ചാൽ മതി. അതൊരു കുറച്ച് മതിയാവും. പിന്നെ കുറച്ച് ചീസ് വേണം, പിന്നെ കുറച്ച് പനീർ, പിന്നെ വേണ്ടിയത് കുറച്ച് ഉപ്പ്. ഇത്രയേ ഉള്ളൂ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി എന്നാ ചെയ്യേണ്ടതെന്നല്ലേ? സ്പാനിഷ് ഓംലെറ്റ് ഉണ്ടാക്കാൻ കുറച്ച് ജോലിയുണ്ട്. ജോലി എന്ന് പറഞ്ഞാൽ ഒത്തിരി വലിയ ജോലിയൊന്നും അല്ല, ഒരു ചെറിയ ജോലിയാ. പക്ഷേ ജോലി ഇല്ലേന്ന് ചോദിച്ചാൽ ജോലി ഉണ്ട് താനും. ഞാൻ ആദ്യം എന്നാ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇച്ചിരി എണ്ണ ഒഴിച്ച് വെച്ച് നമ്മുടെ ഉള്ളി കാരമലൈസ് ചെയ്തെടുക്കണം. ഇതിനകത്ത് 2 വേർഷൻ എന്നാന്ന് വെച്ചാൽ ഈ ചീസും ഉണ്ട്, ഞാൻ കാണിച്ചു, പനീറും ഉണ്ട്. നമുക്ക് ഇന്ന് വരാൻ പോകുന്ന ഗസ്റ്റിന് ഒരാൾ വെജിറ്റേറിയനും ഒരാൾ നോൺ വെജിറ്റേറിയനും ആട്ടോ. പക്ഷെ ഇന്ന് വരുന്ന ഒരാൾക്ക് മുട്ട വെജിറ്റേറിയനാ. ആ സസ്പെൻസ് ഞാൻ ഇപ്പൊ പറയുന്നില്ല ആരാ വരാൻ പോകുന്നതെന്ന്. പക്ഷെ ഒരാൾക്ക് വെജിറ്റേറിയൻ. അതുകൊണ്ട് ആ വെജിറ്റേറിയൻ പറയുന്ന വ്യക്തിക്ക് ഞാൻ ചേർക്കാൻ പോകുന്നതാണ് ഈ ചീസും പനീറും. അപ്പൊ എന്തായാലും എനിക്ക് രണ്ടും രണ്ടായിട്ട് ചെയ്തേ ഒക്കത്തുള്ളൂ. ഇപ്പൊ ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഏതാന്ന് വെച്ചാൽ നമുക്ക് ആദ്യം വെജിറ്റേറിയൻകാർക്ക് ചെയ്യാനുള്ളത് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ എന്നാ ചെയ്യണമെന്നറിയോ? മുട്ട എടുത്തിട്ട് വെജിറ്റേറിയൻകാർക്കുള്ളതല്ലേ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മുട്ട ആദ്യം ഒരു ബൗളിൽ എടുക്കുക. മുട്ട ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഈ മുട്ടയുടെ ഓംലെറ്റ് ചെയ്യുമ്പോൾ ബേസിക്കലി ഒരു കാര്യം കൂടെ പറയാം. എന്നാന്ന് വെച്ചാൽ മുട്ട ഒഴിച്ച് വെച്ചാൽ നമ്മുടെ ആ ഷെല്ല് 50-50 ബേസിസ് ആയിട്ടല്ലേ നമ്മൾ മുറിക്കുന്നത്, പൊട്ടിച്ചെടുക്കുന്നത്. അതിൻ്റെ ഒരു ഷെല്ലിനകത്തോട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് മുട്ടയിൽ ഓംലെറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും മുട്ട. അപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പം എൻ്റെ വെജിറ്റേറിയൻകാർക്കുള്ള അതുണ്ടാക്കാനായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാനിപ്പോൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഒരു വലിയൊരു സവാള, അതിൻ്റെ ഒരു പകുതി ഞാൻ ഇതിനകത്തിടാൻ പോവാം. ഉള്ളി ഇച്ചിരി ഒരു കാരമലൈസ് ആവണം. അതായത് നമ്മുടെ എന്നാ പറയുന്നത്, ബിരിയാണിക്കൊക്കെ മൂപ്പിക്കുന്ന പോലെ ഒത്തിരി അങ്ങോട്ട് ബ്രൗൺ ആക്കരുത്. അവിടെ ഇവിടെ ഓരോ ഉള്ളികൾ ഇങ്ങനെ ബ്രൗൺ ആയി വരുവല്ലേ ഓരോ പെറ്റൽസ് ആയിട്ട്, അത്രയും മൂപ്പിച്ചാൽ മതി. ഇതിപ്പോ വെജിറ്റേറിയൻ ആയതുകൊണ്ടാ. പക്ഷെ സ്പാനിഷ് ഓംലെറ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സോസേജ് ഒക്കെ ഇട്ടേച്ചാ ഉണ്ടാക്കുന്നത്. ഇതിപ്പോ കുറച്ച് റാനീസ് ടച്ച് ഇട്ടിട്ട് ഞാൻ പനീർ ചെയ്യുന്നതേ ഉള്ളൂ. ഇനി നമ്മുടെ ആ മുട്ടയിലോട്ടാന്നു നമ്മളൊരു ഇത്രയും മുട്ടയ്ക്ക് വേണ്ടി ഉപ്പിടണം. കുറച്ച് കുരുമുളക് പൊടി, ഉള്ളി മൊരിഞ്ഞു വരുന്നുണ്ട് സൈഡിൽ നിന്ന്. ഇനി ഇതിനകത്തോട്ട് എന്നാ ചെയ്യേണ്ടതെന്നറിയാവോ? നമ്മുടെ പൊട്ടാറ്റോ പകുതി, എല്ലാം 50-50. അതല്ല എല്ലാവരും നോൺ വെജിറ്റേറിയൻ ആണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ 50-50 ആക്കണ്ട കേട്ടോ. ഇതിനകത്തോട്ട് ഒരു പിഞ്ച് അല്ലെങ്കിൽ ഒരു 2 പിഞ്ച് ഇട്ടേച്ചാൽ മതി. ഏതാ ടൈം? ഒരു 2 പിഞ്ച്. ആ പൊട്ടാറ്റോയും ഉള്ളിയും ഒരിച്ചിരി മൊരിയട്ടെ. മുട്ടയിലോട്ട് നമ്മൾ ഒരിച്ചിരി ടൈം ഇട്ടായിരുന്നു. ഇനി എന്നാന്ന് വെച്ചാൽ ഈ ചീസ് കുറച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, ഇതവിടെ ഇരിക്കട്ടെ.
ഇനി ഇതിനകത്തോട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് പനീർ. വെജിറ്റേറിയൻകാർക്ക് കഴിക്കുവാണെങ്കിലും ഇത് കുറച്ച് ഹെവി ആന്നു, അതുകൊണ്ട് സാലഡ് ഒക്കെ കഴിക്കുന്നതുകൊണ്ട് ബാലൻസ് ആയി പൊയ്ക്കോളും. ഇനി ആ പനീർ ഒരു ഇച്ചിരി മൂക്കണം, അതും കൂടി അതിന്റെ കണക്ക്. ഇപ്പൊ നമ്മുടെ ഉള്ളിയും ആ പൊട്ടാറ്റോയും പനീറും എല്ലാം നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ അങ്ങോട്ട് ഓഫ് ചെയ്തേച്ച് എന്നാ ചെയ്യാൻ പോകുന്നതെന്നറിയോ? ഇതിനകത്തോട്ട് നമുക്ക് എന്നാ ചെയ്യണമെന്നറിയോ? നമ്മുടെ ഈ മുരിച്ചു വെച്ചേക്കുന്ന ആ ഒരു പൊട്ടറ്റോയും പനീറും അതെല്ലാം ഇല്ലേ, അതെല്ലാം കൂടെ ഒന്നെങ്കിൽ സ്ട്രെയിൻ ചെയ്തേച്ച് അതിനകത്തോട്ട് ഇടുക. പക്ഷെ ഞാൻ ഈ എണ്ണ തന്നെയാണ് നമ്മുടെ നോൺ വെജിറ്റേറിയൻകാർക്ക് ഉപയോഗിക്കാൻ പോകുന്നത്. അന്നേരം ഞാൻ പിന്നെ എന്നാ ചെയ്യാൻ പോകുന്നത്, കോരി എടുത്ത് ഇതിനകത്തോട്ട് ഇടുന്നേ ഉള്ളൂ. ഫുള്ള് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി എന്നാന്ന് വെച്ചാൽ ഇത് ഒരു കുറച്ച് നേരത്തേക്കൊന്ന് വെച്ചേക്കുന്ന എന്നാന്നറിയാവോ? നമ്മുടെ ആ ചേർത്തേക്കുന്ന സാധനവും മുട്ടയെല്ലാം കൂടെ ഒന്ന് പിടിച്ചേച്ച് ഒരു ചെറുതായിട്ടൊരു അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കുറച്ചൊരു തിക്കാവും. ഒരു 15 minutes ഗ്യാപ്പ് അതിന് കൊടുത്തേക്കണം. അതിപ്പോൾ അവിടെ ഇരിക്കട്ടെ. ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ അതിനകത്ത് ഞാൻ ഇച്ചിരി സോസേജ് ചേർക്കും. പനീറിന് പകരം സോസേജ് ചേർക്കും. ഞാനിപ്പം ഇവിടെ നിങ്ങളിപ്പോൾ നോക്കുവാണെങ്കിൽ 2 പാത്രത്തിൽ മുട്ടയുണ്ട്. പക്ഷെ ഇതിനകത്ത് ഒന്ന് വെജും ഒന്ന് നോൺ വെജുമാ. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെ നമ്മുടെ എല്ലാ ജോലിയും തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ ആക്കി ഒരു 15 മിനിറ്റ് അതിനെ അങ്ങനെ അങ്ങ് വിട്ടേക്കണം. എന്നാന്നറിയാവോ? നേരത്തെ പറയാം, അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കുറച്ചൊന്ന് തിക്കാവും. നമ്മൾ വിചാരിക്കുന്ന കൂട്ട് ഒത്തിരി ഇഡലിമാവ് പോലെ ഒന്നും കട്ടിയാവുകയല്ല, കുറച്ച്. എന്ന് വെച്ചാൽ എനിക്ക് ബാക്കി നമ്മൾ ആ വറുത്തെടുത്തില്ലേ, ആ എണ്ണ തന്നെയാണ് ഞാൻ ഇവിടെ നമ്മുടെ ആ പാനിലോട്ട് ഒഴിക്കാൻ വെച്ചേക്കുന്നത്. അപ്പൊ ഇതേമാതിരി പാൻ ആണെങ്കിൽ നമുക്ക് അതിന്റെ അടപ്പോട് കൂടി തന്നെ എടുക്കണം. അതല്ല പാനിന് അടപ്പില്ല എന്ന് വെച്ചാൽ എല്ലാ പാനിനും നമ്മൾ അടപ്പൊന്നും മേടിക്കുകയല്ല. അന്നേരം പാനിന് അടപ്പില്ല എന്ന് വെച്ചാൽ ഇപ്പൊ എൻ്റെ ആണെങ്കിൽ ഇതേപോലത്തെ ഒരു സ്റ്റീൽ അടപ്പ് മാത്രം. അതാകുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് ഇതിനെ ഒന്ന് ഇച്ചിരി കട്ടിക്ക് ഒഴിക്കുന്നുണ്ട്. ഇതിങ്ങനെ അടച്ചേച്ച് ഒന്ന് വേവാൻ വിടണം. പിന്നെ മാത്രമല്ല 2 സൈഡും വേവണം. ഇപ്പൊ ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത്, ഇപ്പൊ ഈ വെജും നോൺ വെജും കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. വെജും നോൺ വെജിന്റെ കഥ ഞാൻ പിന്നെ പറയാന്ന് പറഞ്ഞില്ലേ. അതെന്നാന്ന് വെച്ചാൽ നമ്മുടെ ഇന്ന് ഈ ഹാനീസ് കിച്ചണിലേക്ക് വരാൻ പോകുന്ന ഗസ്റ്റ് പ്രസിദ്ധ DJ ആയ രാം നായരും വൈഫ് രഞ്ജിനി ജോസും കൂടിയാണ് ഇവിടെ വരുന്നത്. അപ്പൊ തന്നെ നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. കാര്യം എന്നാന്ന് വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് നമ്മൾ പാട്ട് കേൾക്കുന്നില്ല. പക്ഷെ എന്നാലും രഞ്ജിനിയുടെ നമുക്കൊരു ലൈവ് കുറച്ച് പാട്ട് കേൾക്കാൻ നോക്കും. മാത്രമല്ല ഇതിനകത്ത് രഞ്ജിനിയാന്ന് പക്ക വെജിറ്റേറിയൻ എന്നൊക്കെ പറഞ്ഞ്, പക്ഷേ ഇതിനകത്ത് മുട്ട ചേർത്തിട്ടുണ്ട്. മുട്ട എപ്പോഴാ വെജിറ്റേറിയൻ ആയ എന്നുള്ളത് എനിക്ക് അറിയാൻ മേല. ചേച്ചി ഞാൻ വെജിറ്റേറിയൻ കഴിക്കും, പക്ഷെ മുട്ടയും കഴിക്കും. പക്ഷെ ആ കഥ എനിക്ക് പറഞ്ഞാലും അറിയാൻ മേല. വെജിറ്റേറിയൻകാർക്ക് ഇനി മുട്ട വെജായാൽ അത്രയും നല്ലൊരു സന്തോഷം ഉണ്ടാവുമെങ്കിൽ എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. അത് നല്ലൊരു കാര്യമാണ് വെജായാൽ. എന്തായാലും ഇനി നമുക്ക് അവർക്ക് കൊടുക്കാനുള്ള സ്പാനിഷ് ഓംലെറ്റ് റെഡിയാക്കി വെക്കത്തുള്ളൂ. അപ്പൊ എന്നെ മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത്? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് നോക്കി പഠിച്ചാൽ മതി കേട്ടോ. രണ്ട് പാനും ഞാൻ കത്തിച്ചേക്കുക. എന്നിട്ട് ഇതിനകത്തോട്ട് ഞാൻ നോൺ വെജ് ഒഴിക്കാൻ പോകുന്നത്. മറ്റേനകത്ത് വെജിറ്റേറിയൻ. ഇനി നമ്മൾ എണ്ണ ഇനി വെജ് നോൺ വെജ് വറുത്ത് സെയിം എണ്ണയില്ല. അന്നേരം ഒരു ഇച്ചിരി വ്യത്യാസമൊക്കെ വന്നാൽ എണ്ണ എടുക്കും അല്ലേ. നമുക്ക് മറ്റേ സാധാ എണ്ണ ഒഴിക്കാം. മുട്ട
ഒഴിക്കുന്നതിന് മുന്നേ എന്നാ ചെയ്യണമെന്ന് അറിയാവോ? ശരിക്കും അത് ഒന്ന് തീ നല്ലതായിട്ട് കുറച്ചതിന് ശേഷം മുട്ട ഒഴിച്ചാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ മുട്ടയ്ക്ക് അധികം വേവില്ല, എന്നാലും എന്താ പറയുക, പെട്ടെന്ന് അടിഭാഗം ഉണ്ടല്ലോ അന്നേരം അങ്ങ് പെട്ടെന്ന് മൊരിഞ്ഞു പോകും. മൊരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അകത്തുള്ളിലൊന്നും വേവുകയില്ല. പിന്നെ ആണെങ്കിൽ ആ മുട്ടയുടെ ഒരു മണവും അതൊക്കെ വരും. അത് വേണ്ടാഞ്ഞിട്ടാട്ടോ. ഇനി തീ നല്ലതായിട്ട് സിമ്മാക്കി വെച്ച് നമുക്ക് ആദ്യം വെജിറ്റേറിയൻ ഒഴിക്കാം. ആദ്യം മുട്ടയുടെ അടിഭാഗം ഒന്ന് വെന്ത് അതിനകത്തൊരു ഇച്ചിരി എന്നാ പറയുക, അകമൊക്കെ ഇച്ചിരി ഒന്ന് വേവാൻ വേണ്ടി എന്നാ എടുക്കണം എന്നറിയാവോ? നമ്മൾ ആ മിഡിലിൽ നിന്ന് കുറേശ്ശെ ഒന്ന് നീക്കിയിട്ട് കൊടുത്തേച്ചാൽ മതി. ആ മുട്ടേനെ ഇച്ചിരി നീക്കുമ്പോൾ നമ്മുടെ അടിഭാഗത്തിൽ നിന്ന് കുറച്ച് ഒന്ന് എന്നാ പറഞ്ഞ വെന്ത് വരുവേ. അറ്റ ഭാഗം കുറച്ചൊന്ന് കട്ടിയായി വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പാത്രം വെച്ചടയ്ക്കാം. ഇപ്പൊ ഇതിന്റെ അറ്റത്തൊക്കെ ഇച്ചിരി കട്ടിയായി വന്നിട്ടുണ്ട്. അന്നേരം എന്നാ ചെയ്യാൻ പോവാന്ന്, ഞാൻ എന്ത് ചെയ്യാന്നറിയോ? നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി സെക്കൻഡ് നോൺ വെജിറ്റേറിയൻ. ഇതും ഇതേപോലെ കുറച്ചൊരു നമ്മുടെ ഈ ഫ്ലെയിം ഒരു ഇച്ചിരി കുറവാ, അന്നേരം അത് ഇച്ചിരി ഒരു സമയം എടുക്കും. അത് ആ സൈഡും ഇതേമാതിരി ഇതണ്ടേ ഇതേപോലെ സൈഡ് കുറച്ചൊന്ന് കട്ടിയായി വരുന്നിടം വരെ അത് അടയ്ക്കരുത്. പിന്നെ ബേസിക്കലി ഇതിനകത്ത് നമ്മൾ ഉള്ളിയും പൊട്ടാറ്റോയും സോസേജും എല്ലാം ഒന്ന് വെന്തതാ. പിന്നെ ആ മുട്ടയുടെ ഒരു വേവ് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. കാര്യം ചെയ്യാം, വേഗം ആവാനേ വലിയ അടുപ്പിലോട്ട് വയ്ക്കും. കുറച്ചുകൂടെ ഒന്ന് മൂക്കാനുണ്ട്. അതായത് നമ്മുടെ ആ ലൂസ് ലിക്വിഡ് ടൈപ്പ് ആവുന്ന ആ ഒരു മുട്ടയില്ലേ, ആ ഒരു മുട്ട കംപ്ലീറ്റ് ആയിട്ട് ഒന്നൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രമേ ഫ്ലിപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അത് മറ്റു പാത്രത്തിലോട്ട് ഇങ്ങനെ ഒലിച്ചു പോകാതിരിക്കത്തുള്ളൂ. അതെന്തേലും ഒരു ചട്ടുകം വെച്ചേച്ചൊക്കെ ഒന്ന് തിരിച്ചു നോക്കിയേച്ചാൽ മതി. മൊത്തം അങ്ങോട്ട് മറിക്കണ്ട. ഒന്ന് നമുക്ക് ഈ സൈഡിൽ ഇങ്ങനെ നോക്കുമ്പോഴത്തേന് അറിയാലോ ആ മേള് ഭാഗം ബ്രൗൺ ആവുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് ഇപ്പത്തെ നമ്മൾ അടിഭാഗം ആ ബ്രൗൺ കളർ ആവണം. അതാ അതിന്റെ കണക്ക്. നമ്മുടെ വെജിറ്റേറിയൻ മുട്ടയാണെങ്കിൽ ഓൾമോസ്റ്റ് റെഡിയായി. അപ്പൊ ഇനി ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്നറിയോ? 4 സൈഡഡ് ഇങ്ങനെ ഒന്ന് ഇളക്കി വിടണേ. ഇളക്കി വിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പാത്രം വെച്ച് കമത്തുമ്പോഴത്തേന് അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തീ നല്ലതായിട്ട് കുറച്ചതിന് ശേഷം ഇതേപോലെ തന്നെ നമ്മൾ സ്റ്റീൽ പാത്രം എടുത്തിട്ട് നമ്മുടെ ആ പാൻ എത്രയുണ്ടോ അതിനെക്കാട്ടിലും ഒരു കുറച്ചും കൂടി വലിപ്പമുള്ള ഒരു തട്ടം എടുത്തേച്ച് മൂടുക. പാത്രം ചൂടാവുന്നതിന് മുമ്പ് തന്നെ ഫ്ലിപ്പ് ചെയ്യും. എന്നിട്ട് ഇത് തിരിച്ച് ഇതേപോലെ ബാക്ക് ടു ദ പാൻ. ഇതിനി കുറച്ചു നേരം അടച്ചു വെക്കാം. ഇതും അതേപോലെ ഇത് ഇതിനകത്തോട്ട് വെച്ച് പാത്രം ചൂടാവുന്നതിന് മുമ്പേ ഇതിനകത്ത് വേറെ ഒരു പണിയില്ല. ആ മുട്ടയൊന്നും വേവേണ്ട താമസം മാത്രമേ ഉള്ളൂ. അതായത് ഒരു സൈഡ് മൊരിഞ്ഞു, മറ്റേ സൈഡ് കേക്കിനൊക്കെ കണ്ടിട്ടില്ല, അടിഭാഗം ഒരുപാട് മൊരിവില്ല, പക്ഷെ എന്നാൽ ആ ഒരു യെല്ലോ കളറും ഒരിച്ചിരി മൊരിഞ്ഞൊക്കെ ഭാഗം അത്ര അങ്ങനെയുള്ളൂ.
ഇനിയിപ്പോൾ ഇത് നമ്മുടെ വെജും നോൺ വെജും റെഡിയായി. ഇനി പ്ലേറ്റിംഗ് മാത്രമേ ഉള്ളൂ. പ്ലേറ്റിങ്ങിന് ഒരു ഇച്ചിരി പണിയുണ്ട്. എന്നാന്ന് പറയുമോ, നമുക്ക് സാലഡ് വെക്കണം, ലെറ്റസ് ലീഫ് വെക്കണം, ജ്യൂസ് ഒന്ന് അരിച്ചു വെക്കണം. ഇച്ചിരി പണിയില്ലേ. ഞാൻ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ജ്യൂസും ഉണ്ട്, നമ്മുടെ എന്നാ പറയുന്നത് ലെമണും ഗ്രേപ്പും കൂടെ ഉള്ള ജ്യൂസും, പിന്നെ ഓംലെറ്റും, അതായത് നമ്മുടെ സ്പാനിഷ് ഓംലെറ്റും വെജിറ്റേറിയൻ സ്പാനിഷ് ഓംലെറ്റ് ഉഗ്രനാട്ടോ. ഇനി യാതൊരു സംശയമില്ല. ഇനി ഇതിങ്ങനെ നമ്മൾ കഴിക്കാൻ നോക്കിയല്ലോ, ഒരു ഫോർക്കും നൈഫും ഒക്കെ വേണ്ടേ, അതെടുത്തിട്ട് വരാം. ഞാൻ വരുന്ന നേരത്തെ എന്തോ അനുസരിച്ച് എന്തോ പറയുന്നത് കുറ്റം പറയുന്നത് കേൾക്കും. പ്രത്യേകിച്ച് പെൺപിള്ളാരുടെയും അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്കുള്ള സൂക്കേടായത്. ഇങ്ങോട്ട് വരും, ചോദിക്കട്ടെ, രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ ഇന്ന് ബാക്കി കാര്യം. ഹായ്, നമസ്തേ. ഹലോ. ഞാൻ അവിടെ പറയട്ടെ, അതിന് മുമ്പ് ഇങ്ങോട്ട് ഹലോ എന്ന്. എന്തായാലും ഒരുപാട് വിശേഷം. രഞ്ജിത്ത് വർത്താനം പറയുന്ന കൂട്ടത്തിലായതുകൊണ്ടുണ്ടല്ലോ എനിക്ക് ബേസിക്കലി ഒത്തിരി ഇഷ്ടമാണ് വർത്താനം പറയുന്ന ആൾക്കാരാണ് അല്ലേ. അതാ, അത് മാത്രമല്ല രാമിനെ കുറിച്ച് ഒത്തിരി അറിയാനുണ്ട്. പക്ഷേ നമ്മുടെ പ്രേക്ഷകരുടെ ഇടയിൽ രഞ്ജിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒന്ന് ഫാമിലിയർ ആയിക്കോട്ടെ. പാട്ടെല്ലാം ആളെ കൊണ്ട് പഠിപ്പിച്ചാൽ മതി. ഞാൻ 50-50 ബേസിസിലേ പോകുള്ളൂ മോളെ. അതിന് മോള് രക്ഷയോടൊന്നും തോന്നണ്ട. എന്തായാലും അത് ചേച്ചിക്ക് ബേസിക്കലി പാട്ട് ഇഷ്ടമുള്ള വ്യക്തിയാണ്. അപ്പൊ മാക്സിമം റാഗ് ചെയ്യാൻ ഒരു പാട്ട് കാര്യം കൂടെ വരുമ്പോ റാഗിങ്ങിന് ഒരു എഫക്ട് തന്നെ എടുത്തോ. പാട് 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് പാടിപ്പിക്കും. ഉറപ്പാ മോളെ, എന്നെ യാതൊരു രക്ഷപ്പെടലില്ല. എന്തായാലും നിർത്തി ഞാൻ പാടിക്കുകയല്ല, നിർത്തി പാടിപ്പിക്കണം. അനുസരിച്ചാണോ ഫസ്റ്റ്? അതിഥി ഫസ്റ്റ്. ഓക്കെ. എന്റെ കുഞ്ഞേ, സാരമില്ല, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. സാരമില്ല, കഴിക്കോ. പിന്നെ നോയമ്പായതുകൊണ്ട് ദൈവം തമ്പുരാൻ പൊറുക്ക് നോക്കി കഴിച്ചോ. അല്ല ഇപ്പൊ ഞാൻ എന്നാ പറയാ, സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. അതാ, കുറെ ദിവസം കൂടുതൽ കഴിക്കുമ്പോഴേ ത്യാഗം കൂടുമ്പം വിശപ്പിന്റെ വിളി കൂടുതലായിരിക്കും. അനുസരിച്ച് കഴിക്കുന്നില്ലേ? ഞാനോ? ഇല്ല, ഞാൻ നോയമ്പാന്നൊക്കെ വെച്ചോ. നോയമ്പാണോ? ഇല്ല. ഈ നോയമ്പ് എന്നൊക്കെ പറയുമ്പോ വലിയ പ്രയാസാടും. ഇത് വെജാട്ടോ. നോയമ്പ് മുറിച്ച് ദൈവം തമ്പുരാനെ എന്നോട് പൊറുക്കണേ. നല്ല രസമുണ്ട്. വെജോ? എനിക്ക് പനീർ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പനീർ അതിനകത്ത് ഇട്ടെ, പനീറും ചീസും ആയിട്ട്. പക്ഷെ റാമിന് പക്ഷെ കംപ്ലീറ്റ്ലി സ്പാനിഷ് ഓംലേറ്റ് ആയിട്ട് സോസേജും എല്ലാം ഇട്ടിട്ടുണ്ട്. ഹാപ്പി ആയിട്ടുണ്ടാവും. എല്ലാം ഞാൻ അതായിട്ട്. നല്ല ഭക്ഷണപ്രിയനാണ് എന്റെ ഭർത്താവ്. അയ്യോ, ആണോ? ശരി. അപ്പൊ പിന്നെ രഞ്ജിനിക്ക് ജോലിയായേ. എനിക്ക് ജോലിയാണല്ലോ. കാരണം എനിക്ക് ജോലി ഉള്ളതുകൊണ്ട് ഞാൻ വീട്ടിലുള്ളപ്പോ മാത്രം, മദറിലോ ഒന്നും ഇല്ലാത്ത നേരത്ത് ഞാൻ കുക്ക് ചെയ്യും. അല്ലാത്തപ്പോ അമ്മയുടെ കൂടെ നിൽക്കും. പക്ഷെ ഈ പറയുന്ന പോലെ എപ്പോഴും പറ്റാറില്ല. എന്തൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കി തന്നു? ഈ ചോദ്യങ്ങൾ. പ്രോൺ ബിരിയാണി, സൂപ്പർ. പിന്നെ അപ്പം, ഫിഷ് മോളി. ഫിഷ് മോളി, ഓക്കെ. അതൊക്കെ ക്രിസ്ത്യൻസിന്റെ ഒക്കെ സ്പെഷ്യൽ ഐറ്റം. ഞാൻ പഠിച്ചത് ആളുടെ മദറിന്റെ അടുത്തുനിന്നാ ഫിഷ് മോളി. അത് നല്ല എന്റെ അമ്മ ബ്രാഹ്മണല്ലേ. അമ്മ എല്ലാം ഉണ്ടാക്കും. അമ്മ എല്ലാം ഉണ്ടാക്കും. അല്ലെങ്കിൽ അമ്മ അച്ഛൻ നമ്മള് ഡൈവോഴ്സ് ആയേനെ. അച്ഛൻ നല്ല സത്യക്രിസ്ത്യാനിയാ. അമ്മ കഴിക്കുമില്ല. അമ്മ കഴിക്കില്ല. അതൊന്നും കുഴപ്പമില്ല. ആൾക്ക് അതൊന്നും വലിയൊരു പ്രശ്നമൊന്നുമല്ല. കൈവാക്കായി. കാരണം അമ്മ പഠിച്ചതൊക്കെ മുത്തശ്ശിയുടെ അടുത്തുനിന്നാ, അമ്മച്ചിയുടെ അടുത്തുനിന്ന്. അമ്മയുടെ അമ്മ അല്ല, അപ്പയുടെ അമ്മ. ഡാഡിയുടെ അമ്മയുടെ അടുത്ത്, അമ്മച്ചിയുടെ അടുത്ത്. അവിടെ പക്ക മഠം ബ്രാഹ്മിൻസ് ഒക്കെയാണ്. അവര് മുട്ട പോലും കയറ്റാത്ത കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ്. ഇപ്പൊ സ്റ്റേക്ക് ഒക്കെ ഉണ്ടാക്കും. പിന്നെ എല്ലാം മിടിക്കായി പോയി. എല്ലാം ഉണ്ടാക്കും. അപ്പൊ രഞ്ജിനിയുടെ അമ്മയുടെ ഞങ്ങൾക്ക് കുറെ പഠിക്കാനുണ്ട്. മരുമോൻ എന്നാ സ്പെഷ്യൽ ഉണ്ടാക്കി തന്നു? എനിക്ക് എല്ലാം ഉണ്ടാക്കും. ബീഫ് ഉണ്ടാക്കും, പിന്നെ ഫിഷ് ഉണ്ടാക്കും, ചിക്കൻ കറി ഉണ്ടാക്കും നല്ല സ്പെഷ്യൽ ആയിട്ട്. പേര് മോശം ആക്കിയിട്ടില്ല സത്യക്രിസ്ത്യാനികളുടെ. അപ്പൊ പക്ഷെ അപ്പൊ ഇപ്പൊ നോയമ്പ് വരുമ്പോ അമ്മ നോയമ്പ് കൊടുക്കോ? ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. അമ്മ ബേസിക്കലി ഒന്നും കഴിക്കില്ല. അമ്മ കൺവേർട്ട് ഒന്നും ചെയ്തിട്ടില്ല. അമ്മ അതുപോലെ തന്നെ അമ്മയുടെ ഫെയ്ത്തിൽ തന്നെ ജീവിക്കുന്നു. അച്ഛന്റെ ഫെയ്ത്തിൽ ജീവിക്കുന്നു. ഞാൻ ഏതോ ഒരു ഫെയ്ത്തിലാണ്. ഞാൻ എല്ലാ ഫെയ്ത്തും കൂടെ കൂടി ചേർന്ന ഒരു ഫെയ്ത്തിൽ ജീവിക്കുന്നില്ല. നമുക്കൊരു വിശ്വാസം അത്രയല്ലേ ഉള്ളൂ. പക്ഷെ രഞ്ജിന് ഒരു കാര്യമുണ്ട്, ഓണം ഉണ്ട്, ഈസ്റ്റർ ഉണ്ട്, ക്രിസ്മസ് ഉണ്ട്, വിഷു ഉണ്ട്, മൊഹറം ഉണ്ട്, നബിദിനം ഉണ്ട്, എല്ലാം ഉണ്ട്. ആളുടെ സിസ്റ്റർ കല്യാണം കഴിച്ചിരിക്കുന്ന മുസ്ലിം. അതപ്പോ എല്ലാം നമുക്ക് എല്ലാ മതങ്ങളും ഞങ്ങളുടെ വീട്ടിലുണ്ട്. അതെല്ലാം ആഘോഷിക്കും. എല്ലാം ആഘോഷിക്കും.
എല്ലാം ആഘോഷിക്കും. കാരണം ചിന്നു വരുവാണെങ്കിൽ, ലക്ഷ്മി എന്നാണ് സിസ്റ്റർ ഇൻ ലോന്റെ പേര്, ലക്ഷ്മി സമീറും വരുവാണെങ്കിൽ ആ നേരത്ത് ഇപ്പോൾ ബൈ ചാൻസ് ഇവിടെ ഇതാണെങ്കിൽ അവര് സമീർ ഇവിടെ ഓണത്തിന് വരും, എല്ലാത്തിനും വരും. ഞങ്ങൾ പേരൻസ് വരും. അവരുടെ ഇതിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെ ബിരിയാണികൾ മട്ടൻ ഇനി ബിരിയാണി എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഒക്കെ വരുമ്പോ ഞങ്ങളെയൊക്കെ വിളിക്കട്ടെ, അവിടെ എന്നൊക്കെ തരം ഭക്ഷണമാ കിട്ടുന്നത് ഭക്ഷണത്തിന് ഒരു കുറവുമില്ല. പക്ഷെ എന്തായാലും എനിക്ക് രാമിനടുത്ത് ഒരു കാര്യം, DJ എന്ന് പറഞ്ഞോണ്ട് ഞാൻ ചോദിക്കാം. ശരിക്കും പറഞ്ഞാൽ റേഞ്ചിനിന് DJ എന്ന് പറയുമ്പോൾ യു ഹാവ് ടു വർക്ക് ഇൻ, ഒരുപാട് സ്ഥലത്ത് വർക്ക് ചെയ്യണം. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഒത്തിരി പെൺകുട്ടികളെ കാണുന്നതാണ് എല്ലാം. ആ ഒരു ഇവന്റ് നമുക്ക് മനസ്സിലാക്കാമല്ലോ ആസ് എ DJ. അതിന്റെ ഇടയിൽ ഇതിനെ ഇങ്ങനെ സ്പോട്ട് ഔട്ട് ചെയ്ത് എങ്ങനെയാ ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ ഇട്ടേ? അത് ഭയങ്കര ഭയങ്കര സ്പോട്ടിംഗ് ആയിപ്പോയി. സ്പോട്ടിംഗ് ആയിപ്പോയി. അതെന്താ സ്പോട്ടിംഗ് കഥ ഞങ്ങള് ചോദിച്ചില്ല. റാം പറയട്ടെ. അതെന്താ അറിയില്ല, ഞാനത് ഇങ്ങനെ ഒരു ഫേസ് ഞാൻ ആ സമയത്ത് അങ്ങനെ കണ്ടിട്ടേ ഇല്ല. ശരിക്കും ഭയങ്കര ആ സമയത്ത് ഭയങ്കര അന്ന്. എന്നിട്ട് നമുക്ക് കോമൺ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അങ്ങനെ നമ്മൾ സംസാരിച്ചു, അങ്ങനെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വന്നു. ഐ റിയലി ലൈക്ഡ്. അപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ ഫാദറിൻ്റെ അടുത്ത് സംസാരിക്കണം, ഐ ഡോണ്ട് ഹാവ് ടൈം ഫോർ റിലേഷൻഷിപ്പ്, അങ്ങനെയൊന്നും ഞാൻ നിൽക്കുന്നില്ല. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ അടുത്ത ദിവസം ഫാദറിനെ വിളിച്ചു. അവിടെയാണ് ഞാൻ വീണത്. അങ്കിൾ, ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഞാനിവിടെ വർക്ക് ചെയ്യുന്നു, ഞാനിവിടെ താമസിക്കുന്നു, എൻ്റെ പേരൻസ് എങ്ങനെയാണ്, ഞാനിതൊക്കെയാണ്, എനിക്ക് മകളെ ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അല്ല അപ്പനിപ്പോ ഭയങ്കര സത്യക്രിസ്ത്യാനി എന്നൊക്കെ പറഞ്ഞിട്ട് ഞെട്ടി. കല്യാണം കഴിച്ചിരിക്കുന്ന ബ്രാഹ്മണിയാണല്ലോ. പക്ഷെ അത് നമ്മള് പിന്നല്ലേ കാര്യത്തിലൊക്കെ അപ്പനിച്ചൊരു സ്വാർത്ഥ ഇല്ല. അപ്പൻ അങ്ങനെ ഉണ്ടായിരുന്നില്ല ആക്ച്വലി. പക്ഷെ ഭയങ്കര കൂളാള്. മറുപടി പറഞ്ഞു ആ മോനെ ഓക്കെ. ഞെട്ടിക്കുന്നു, പെട്ടെന്ന് ഞെട്ടിയതൊന്നും നടക്കൂല, അത് ശരിയാവില്ല, ആരാന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ പോരെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, 2 ലക്ഷം നമുക്ക് നോക്കാന്ന് പറഞ്ഞു. പിന്നെ ഇടയ്ക്ക് നമ്മൾ അവിടെ ഇവിടെ ഒക്കെ കാണുമ്പോൾ അങ്കിളും കൂടെ ഉണ്ടാകുമ്പോ ആ മോനെ എന്നൊക്കെ പറഞ്ഞ എന്റെ അടുത്തൊന്നും സംസാരിച്ചു. പിന്നെ കുറച്ച് ആൾക്ക് എന്നെ അങ്ങോട്ട് ഇഷ്ടമായി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അല്ലെങ്കിലും അങ്ങനെയാ ചേച്ചി, വീട്ടിൽ നമ്മളോട് കാണിക്കുന്ന ഗുസ്തിയൊന്നും നാട്ടുകാരോടോ ഫ്രണ്ട്സിനോടോ ഇല്ല. ഇത്രയും നല്ലൊരു മനുഷ്യനെ കാണാൻ കിട്ടൂല പൊതു ജീവിതത്തിൽ. അല്ല ശരിക്കും ഒരു ഡിജെയുടെ ബേസിക് എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞുതരാം, ആ ജോലിയെ പറ്റിയും. ജോലി ബേസിക്കലി ഒരു ഇപ്പോൾ ക്ലബ്സ് ഉണ്ടാവും. ഞാൻ പോകുന്നിപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലാസ്റ്റ് സാറ്റർഡേ ഞാൻ ബാംഗ്ലൂരായിരുന്നു ഷോ ചെയ്തത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് പോകും, ഒരു നൈറ്റ് ഒരു 3 hours ഞാൻ പോയി മ്യൂസിക് പ്ലേ ചെയ്യും. അപ്പോൾ എൻ്റെ തന്നെ ഒരു സെലക്ഷൻ ഉണ്ടാവും സോങ്സ്. പിന്നെ ക്രൗഡിന് ഇഷ്ടമുള്ള കറണ്ട് ഹിറ്റ്സ് വെസ്റ്റേൺ മ്യൂസിക് ആണ്. സോ പോയി പ്ലേ ചെയ്യുന്നു, തിരിച്ചു വരുന്നു. ദാറ്റ്സ് എ തിങ്. അത്രേ ഉള്ളൂ. പറഞ്ഞാൽ സിമ്പിൾ ആണ്, ബട്ട് യു ഹാവ് ടു മിക്സ് ഇറ്റ് ലൈഫ്. അല്ല അതാ ശരിയാ, ബിക്കോസ് ഇപ്പൊ നമുക്ക് കുറച്ചറിയാം, പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് കുറെ പേർക്ക് അതിനെപ്പറ്റി ഒന്നും അത്ര അറിയില്ലല്ലോ. അതാ ഞാൻ ചോദിച്ചത് അതിന്റെ ഡീറ്റെയിൽ കംപ്ലീറ്റ് എന്താണ്. ഡീറ്റെയിൽ എന്ന് വെച്ചപ്പോൾ ഫോർ എക്സാമ്പിൾ അതൊരു കൾച്ചറാണ്. ഒരു ഇപ്പോൾ വർക്ക് ഒക്കെ കഴിഞ്ഞിട്ട് ഒരാളിപ്പോൾ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലബ്സിൽ വരുന്നത്. സോ ദാറ്റ് അവരുടെ വർക്ക് ഡേ ഒരു സ്ട്രെസ് എല്ലാം റിലീസ് ചെയ്ത് കുറച്ച് നല്ല പാട്ട് കേട്ട് നെക്സ്റ്റ് ഡേയിൽ ചാർജ് ചെയ്ത് പോവുക. ദാറ്റ്സ് ഹോൾ കോൺസെപ്റ്റ്. അപ്പോൾ അവിടെ വരും, അവർ മ്യൂസിക് കേൾക്കും. ആ മ്യൂസിക് എന്റർടൈൻമെന്റ് ടോട്ടലി. ആൻഡ് ഡാൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ റിലീസ് ഇറ്റ്. നോ ഗുഡ് സോങ്സ് കേൾക്കുമ്പോൾ എല്ലാവരും ഡാൻസ് ചെയ്യും, ടുഗെദർനെസ് ഉണ്ടാവും. അതായത് അത്രയും പേര് ഒരുമിച്ച് കുറേ അറിയാത്ത ആൾക്കാരൊക്കെ വന്ന ഒരു ക്ലബ്ബിൽ വരുമ്പോൾ അവരായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവും, അവർക്ക് അവർ ഭയങ്കര ഫ്രീ സ്പിരിറ്റഡ് ആവും. അപ്പോൾ ഈ മ്യൂസിക് മാത്രമേ പ്ലേ ചെയ്യുള്ളൂ, അല്ലാതെ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും പ്ലേ ചെയ്യില്ല? ഇൻസ്ട്രുമെന്റ്സ് ഇല്ല, എല്ലാ മ്യൂസിക് തന്നെ ഇൻസ്ട്രുമെന്റ് ഒക്കെ കൂടിയിട്ടുള്ള മ്യൂസിക് ആയിരിക്കും പ്ലേ ചെയ്യുന്നത്. സോ അത് നമ്മൾ 1 by 1 ട്രാക്ക് മിക്സ് ചെയ്യണം, ഒരു പാറ്റേണിൽ മിക്സ് ചെയ്തുകൊണ്ടിരിക്കും. ലൈവ് ആയിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അത് മിക്സ് ചെയ്ത് നോൺ സ്റ്റോപ്പ് ആയിട്ട് 3 hours പോകും. സോ ദാറ്റ് പീപ്പിൾ ഓൺ ദ ഡാൻസ് ഫ്ലോർ അവർ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കും. ബാക്കിയുള്ളവരെ ഞാൻ കാണുന്നത്, ഞാൻ വരെ ഒത്തിരി ലേസിയാണ് അനുസരിച്ച്. പക്ഷെ രാം ഒത്തിരി ഡെഡിക്കേറ്റഡാ, ഭയങ്കര ഡെഡിക്കേറ്റഡാ. ആളുടെ ഒരു ഷോൻ്റെ എന്ന് പറഞ്ഞാൽ 3 ദിവസം അതിന് മുമ്പ് എഴുന്നേക്കില്ല, സോർട്ട് ചെയ്ത്. അതിൻ്റെതായ ഹസ്ബൻഡ് ആയതുകൊണ്ട് പറയുന്നതല്ല, എനിക്ക് ആളെ ആർട്ടിസ്റ്റായിട്ട് അതിന് മുമ്പേ അറിയാം. വളരെ ഡെഡിക്കേറ്റഡ് ആണ്. ആളുടെ ഒരു ഷോന് പോയി കഴിഞ്ഞാൽ 110, 250% ആണ് ആളുടെ ഷോൻ്റെ ഒരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ. അത് അത്രയും ഡെഡിക്കേഷൻ ഉള്ളതുകൊണ്ട് വേറെ എങ്ങും നമ്മൾ കേൾക്കാത്ത ട്രാക്സ് ഒക്കെയാണ് ദീപു എടുത്തിട്ട് ചെയ്യുന്നത്. കുറേയൊക്കെ എൻ്റെ ഫേവറേറ്റ്സ് അതിൻ്റെ എന്നിട്ട് പ്ലേലിസ്റ്റിൽ ഇങ്ങനെ കയറും. അപ്പോൾ ഓരോരുത്തരും എന്നോട് ചോദിക്കും, ഈ ട്രാക്ക് എവിടെ നിന്ന്, ആരും കേൾക്കാത്ത ട്രാക്കൊക്കെ അതൊക്കെ തന്നിരിക്കുന്ന ആളാണ് എനിക്ക്. തീർച്ചയായിട്ടും. അപ്പോൾ അതിന് വേണ്ടി വർക്ക് ചെയ്യണം കുറേ ദിവസം. നമ്മളൊരു ഇവന്റ് പോവുകയാണെങ്കിൽ അതെ ചെയ്യണം. നമുക്ക് ആ ഒരു സെറ്റ് ഓഫ് ട്രാക്സ് വേണം. അത് അപ്ഡേറ്റഡ് ആയിരിക്കണം, പ്ലസ് ഗ്രൂവി ആയിരിക്കണം. അത് ആൾക്കാരെ ബോർ അടിപ്പിക്കരുത്. അങ്ങനെ കുറേ ഉണ്ട്. ഒരു ഇവന്റിലേക്ക് പോകുമ്പോൾ നമ്മൾ എത്ര ദിവസം മുന്നേ പ്രിപ്പയർഡ് ആവണം?
നമുക്ക് എത്ര ടൈം എടുത്താലും പറ്റത്തില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ബിക്കോസ് യു നെവർ നോ, ഇറ്റ്സ് ലൈവ് ആകുമ്പോൾ യു നെവർ നോ വാട്ട്സ് ഗോണ ഹാപ്പൻ, എന്താ സംഭവിക്കാന്ന് അറിയില്ല. സോ എങ്ങനത്തെ മൂഡുള്ള ആൾക്കാരാണ്, ചിലപ്പോൾ ചിലവർ വേറെ മൂഡായിരിക്കും, ചിലർക്ക് ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എങ്ങനെയാലും ഫ്ലോപ്പോ എന്തെങ്കിലും പ്രശ്നം അങ്ങനെ വരുമോ? ഒന്നുമില്ല, കുറെ കളക്ഷൻ ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ മാറ്റി മാറ്റി ഇടും. ഫോർ എക്സാമ്പിൾ ഓരോ സ്റ്റൈലുണ്ട് മ്യൂസിക്കിന്. ഇപ്പോൾ ചിലപ്പം അന്നൊരു ഫോർ എക്സാമ്പിൾ ബാംഗ്ലൂർ സ്കൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ പെട്ടെന്ന് മഴ വന്നു, അപ്പം പുറത്ത് ഔട്ട്ഡോർ ആയിരുന്നു, പെട്ടെന്ന് ആൾക്കാരൊക്കെ അകത്ത് കയറി. അപ്പോൾ ഞാൻ ഈ ഔട്ട്ഡോർ പ്ലേ ചെയ്യുന്ന മ്യൂസിക് ഇൻഡോർ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല, കാരണം ഭയങ്കര ബിഗ് റൂമാണ്. അത് ഭയങ്കര, അപ്പോൾ മ്യൂസിക് പെട്ടെന്ന് നമുക്ക് മാറ്റിയേ പറ്റൂ. അപ്പോൾ നമ്മൾ സ്മോൾ റൂമിലേക്കുള്ള മ്യൂസിക്കിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ ആൾക്കാർ നിൽക്കും. സോ അങ്ങനെ പെട്ടെന്നൊക്കെ വരുമ്പോൾ ഉള്ള വ്യത്യാസം ബേസിക്കലി ഉണ്ട്. അത് ഒരു ഷോന് ഇപ്പോൾ 10 എത്ര ട്രാക്ക് പ്ലേ ചെയ്യേണ്ടി വരും, അത് ആ നേരത്തെ മാറ്റാനും. ഈ ഓരോ ട്രാക്കും നമ്മളുടെ ഒരു പാട്ട് കേൾക്കുന്ന പോലെയല്ല, ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഇലക്ട്രോണിക് ഡാൻസ് മ്യൂസിക് എന്ന് പറയുന്നത്. കുറേ കേട്ട് കഴിഞ്ഞ് അതെങ്ങനെയാണ് ആള് മിക്സ് ചെയ്യണമെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. എന്നെ പഠിപ്പിച്ചു തരാൻ പറഞ്ഞിട്ട് ജന്മത്തിൽ പഠിപ്പിച്ചിട്ടില്ല. ഭയങ്കര ടാലന്റ്, ശരിക്കും നല്ല താളബോധമാണ് വേണ്ടതിന്. എന്തായാലും ഇപ്പൊ ഒരു പാട്ട് പറഞ്ഞില്ലേ, ശരിക്കും ഒരു പാട്ട് പാടൂടാ? പിന്നെ തീർച്ചയായിട്ടും. ഇതൊക്കെ എന്താ പാട്ടുകൾ, എന്നെ പാട്ട് പാടുമ്പോ ഞാൻ പാടുന്നോണ്ടല്ല ഒക്കെ വരും അല്ലേ? പക്ഷെ അതൊക്കെ നല്ല പാട്ട്, അത് ആസ്വദിക്കാതെ പോകാനൊക്കത്തില്ല, കേൾക്കാതെ നമുക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പാട്ടിന്റെ ഹൊറൈസൺസ് വലുതാക്കുന്നത് പല രീതിയിലുള്ള. ശരിക്കും രാമനെ മീറ്റ് ചെയ്യുന്നവരെ ഈ ഒരു സിനിമാ സംഗീതവും കർണാട്ടിക് സംഗീതവും അല്ലെ ഹസൽസ് അങ്ങനത്തെ ഇതിൽ ഒതുങ്ങി നിൽക്കുമായിരുന്നു. ഇത് കേക്ക് ആദ്യം കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഇത് എന്താ പാളം മനസ്സിലാവുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ശരിക്കും കുറച്ചുകൂടെ ഫാൻ ഞാനിപ്പോ രാമനായി മാറുമല്ലേ. നല്ല കളക്ഷൻസ്. പക്ഷെ എപ്പോഴെങ്കിലും അനുസരിച്ച് എവിടെയെങ്കിലും രാമന്റെ ഷോ ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. പ്ലീസ് ഡു കം. ഇഷ്ടം, ഭയങ്കര ഇഷ്ടം. എനിക്ക് ഈ പാട്ട് എന്ന് പറയാം, എനിക്ക് വൺ അമംഗ് ദ ഫേവറേറ്റ് ആണ് ഇത്. മിക്കപ്പോഴും ഞാൻ കേൾക്കും ഇത്. അതിന്റെ സെക്കൻഡ് നല്ലതാ അല്ലെ, അറിയോ അത്? फिर थामी थी साजन तुमने मेरी कलाई क्यों, हाँ चले ही जाना है नजर चुरा के यूं. फिर थामी थी साजन तुमने मेरी कलाई क्यों, किसी को अपना बना के छोड़ दे, ऐसा कोई नहीं करता. बाहों में चली हमसे सनम क्या पर्दा, ओ हमसे सनम क्या पर्दा. കേട്ടാലും കേട്ടാലും മതിയാവത്തില്ല കേട്ടോ. ഇങ്ങേർക്ക് വേണ്ടി ആദ്യം പാടിക്കൊണ്ടിരുന്നു. പക്ഷെ നല്ല പാട്ടാ. രാമിന്റെ സെലക്ഷൻസ് നോക്കൂ എന്ത് നല്ലതാന്ന്. എന്റെ രഞ്ജിയെ കൂടെ കണ്ടുപിടിച്ചപ്പോ പിന്നെ സമ്മതിച്ചു. അതില് മാത്രം ഓക്കെ. അയ്യോ ഇത് ഞാൻ വേറെ വല്ലതും പറയാട്ടാ പിടിക്കേ. രാമിന്റെ പാടോ? രാം പാടോ? ഇല്ല, പാട്ട് അങ്ങനെയല്ല. ചേച്ചി പാടും. ഭാര്യ പറയുന്നത് വിശ്വസിക്കണമെന്നാണ് ഞങ്ങൾ എല്ലാരും പഠിച്ചിരിക്കുന്നത്. ആ പാടെന്ന് പറഞ്ഞാൽ ആള് വീട്ടിലിരുന്ന് പാടും. ഒരു കാലത്ത് വീടല്ലേ രാം? ഞാൻ പ്ലീസ് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഇവിടെ വീടാ അല്ലെ? ചേച്ചിയുടെ വീട്, ഒരു അടുക്കള, ഒരു ചേച്ചിയുടെ വീട്ടിൽ വന്ന ഒരു എഫക്ട്. എനിക്ക് അങ്ങനെ അറിയത്തില്ല. അല്ല, രഞ്ജി സപ്പോർട്ട് ചെയ്യും, ഞാനും സപ്പോർട്ട് ചെയ്യാം. പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ കൊള്ളില്ലേ ചുമ്മാ നന്നായിട്ടില്ലേ പറയൂ ഒരു പാട്ട് പാടിക്കോ. ഞാനും കൂടെ പാടാം. പാടിക്കോളൂ. അയ്യോ, ഹിന്ദി പാടിക്കോളൂ. ഏതാ? ജിന്ദഗിയോ? जिंदगी की सफर में गुजर जाते हैं जो मकाम, वो फिर नहीं आते, वो फिर नहीं आते. लोग मिलते हैं, फूल खिलते हैं, लोग मिलते हैं, फूल खिलते हैं, मगर पतझड़ में
എനിക്ക് സത്യം റാമിന്റെ കളക്ഷൻസ് ഇസ് വെരി ഗുഡ്. ഇതിന്റെ ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് രഞ്ജിയോട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, രഞ്ജിക്ക് ബേസിക്കലി പറ്റിയെന്ന് അറിയോ, രഞ്ജിയുടെ ജനറേഷൻ എന്ന് പറയുന്നത് ഓൾഡ് ജനറേഷനിൽ നിന്ന് വന്ന് ഫുൾ സ്റ്റോപ്പ്, എന്നാൽ ന്യൂ ജനറേഷനിൽ നിന്ന് വന്ന് ഫുൾ സ്റ്റോപ്പ്. ഒരു വെയിലിപ്പുറത്തൊക്കെ തേങ്ങ ഇരിക്കുന്നത് ഇങ്ങോട്ടും കാണാം ഇങ്ങോട്ടും കാണാം, സത്യമല്ലേ ഞാൻ പറഞ്ഞത്? അപ്പൊ അങ്ങനെ ഒരു വ്യക്തിക്ക് ശരിക്കും ഏത് ടൈപ്പ് ഓഫ് പാട്ടുകളോടാ ഇഷ്ടം? എനിക്കിപ്പം ചേച്ചി ഞാൻ തേങ്ങ ഇങ്ങോട്ട് വീഴോ ഇങ്ങോട്ട് വീഴോ? എങ്ങോട്ടും വീഴില്ല. കാരണം എനിക്ക് ചെറുപ്പം തുടങ്ങിയുള്ള ഏറ്റവും വലിയൊരു സമ്പാദ്യം എന്ന് പറയുന്നത് ഞാൻ കേൾക്കുന്ന പാട്ടുകളുടെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ കർണാട്ടിക്കും കേൾക്കും, ഹിന്ദുസ്ഥാനി കേൾക്കും, ഹസൽസും കേൾക്കും, ന്യൂജൻ പാട്ടും കേൾക്കും, അല്ലാത്തതും കേൾക്കും, മെലഡീസ് കേൾക്കും, എല്ലാം കേൾക്കും. ന്യൂ സോൾ ഇപ്പം പുറത്തോട്ട് പോവുകയാണെങ്കിലും കേൾക്കുന്നത് ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കേൾക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡിഫറെൻറ്റ് മ്യൂസിക് കേൾക്കാനായിട്ട്. അതേപോലത്തെ ഒരാളെ കിട്ടി എനിക്ക്. അപ്പോൾ ആളുടെ ഒരു ഏരിയയിലുള്ള പാട്ടുകളും കൂടെ ഇപ്പം എനിക്ക് വന്നുകൊണ്ടിരിക്കുക. അത്ര ഒരു 4-5 ജോൺറെ പാട്ടുകളിൽ എന്നെ ശരിക്കും പറഞ്ഞാൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആളാണ്. അപ്പൊ അതെല്ലാം ശരിക്കും പറഞ്ഞപ്പോ എൻജോയ് ചെയ്തിരിക്കുക. അങ്ങനെ പ്രത്യേകിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിനെ ഇഷ്ടപ്പെടുന്നത് ഇപ്പൊ അങ്ങനെ പറയാനാണെങ്കിൽ എനിക്ക് റിതം ആൻഡ് ബ്ലൂസ് ആണ്, R&B. അതിനേക്കാളും എനിക്ക് ഒരുപടി മുമ്പോട്ട് നിൽക്കുന്ന ഇപ്പൊ ആക്കപ്പല്ലയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അത് ഗ്ലാഡ് എന്ന് പറയുന്ന ഒരു ഗോസ്പൽ ഇതിൽ നിന്നാണ് എനിക്ക് കിട്ടിയ ആ ഒരു നേച്ചർ. ഇപ്പോഴും ആക്കപ്പല്ല എന്ന് പറയുന്നത് ഒരു തരം ക്രേസാണ്. റാമിന്റെ വീട് എവിടെയാ? എറണാകുളത്താണ് സെറ്റിൽ ആയിരിക്കുന്നത്. അല്ല, ബേസ് ഫ്രം എറണാകുളം. ബേസ് എന്ന് വെച്ചാൽ ശരിക്കും കാലിക്കറ്റ് ആയിരുന്നു സ്കൂളിംഗ് എല്ലാം. അവിടെ ഫാദറിന് വർക്ക് ഒക്കെ വയസ്സ് അങ്ങനെ ആയതുകൊണ്ട് അവിടെ ആയിരുന്നു. ബട്ട് നേറ്റീവ് ശരിക്കും പറഞ്ഞാൽ കോട്ടയമാണ്. നല്ല ആൾക്കാരൊക്കെ ഉണ്ട് കോട്ടയത്ത്. കോട്ടയത്ത് എവിടെയാ? കോട്ടയത്ത് തിരുവാർപ്പ് എന്ന് പറയും, ഒരു ക്ഷേത്രമുണ്ട്. ടൗണിൽ കുറച്ചൊരു 4 കിലോമീറ്റേഴ്സ്. ഓക്കെ. അപ്പൊ പിന്നെ എത്രയായാലും ക്രിസ്ത്യാനികളുടെ ഭക്ഷണം വിടുവോ? അതെ. ഓ, മറക്കാനോ? ഭക്ഷണമൊന്നുമല്ല, കോഴിക്കോട് ഭക്ഷണത്തിന്റെ ഫാനാണ്. നോൺ വെജില് കോഴിക്കോടിനെ വെല്ലാൻ ആരുമില്ല കേട്ടോ, സത്യവാദ്. ആ പറഞ്ഞാല് ഒരു സംശയമില്ല. രഞ്ജിന്റെ വീട്? എന്റെ അച്ഛന്റെ നാട് പെരുമ്പാവൂര്, അമ്മയുടെ നാട് ഷൊർണൂർക്കടുത്ത് ചേലക്കര എന്ന് പറയും. ഇപ്പൊ പക്ക ഞാൻ ജനിച്ചു വളർന്നൊക്കെ ചെന്നൈ. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൊച്ചി. ഇത് എന്തപ്പോ അത്? അവിടെ ഇല്ല ഇവിടെ ഇല്ല ഇവിടെ ഇല്ല അവിടെ ഇല്ല, ഇപ്പൊ ഫൈനൽ എവിടാ? കൊച്ചി. നാട്ടിലൊക്കെ പോകാറുണ്ട്? ആ, നാട്ടിൽ പോകാറുണ്ട്. കോളേജ് ലൈഫ് ഞാൻ ഹൈസ്കൂൾ തുടങ്ങി കൊച്ചിയിലേക്ക് വന്നു. കോളേജ് സെന്റ് ട്രീസേഴ്സിലായിരുന്നു. കൊച്ചിക്കാരിയാണ്. സ്കൂൾ തുടങ്ങി അല്ലല്ല, ചെന്നൈയിലാണ്. ഹൈസ്കൂൾ തുടങ്ങി ഞാൻ കൊച്ചിക്കാരിയായി. 8th സ്റ്റാൻഡേർഡ് തുടങ്ങി കൊച്ചി. അതിന് മുന്നേ ചെന്നൈ പിന്നെ 2 കൊല്ലം നാട്ടിലും പഠിച്ചിട്ടുണ്ട്. റാം ബോൺ ആൻഡ് ബ്രോട്ട് ഇൻ കൊച്ചി അല്ല? കാലിക്കറ്റില്. കോളേജ് എറണാകുളം. കോളേജ് എറണാകുളത്ത്. പിന്നെ ചെന്നൈയും അങ്ങനെ രണ്ടും. എല്ലാം മിക്സാ. മൊത്തം മിക്സാ. ഓക്കെ. രഞ്ജിയുടെ കോളേജില് കൂടെ പഠിച്ചവരൊക്കെ ഇപ്പോഴും ലൈഫ്? പിന്നെ അവര് എല്ലാരും കല്യാണം കഴിഞ്ഞ കുട്ടികളായി. അപ്പൊ ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടോ? വാട്സ്ആപ്പ് ഗ്രൂപ്പ്സ് ഒക്കെ? വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഞങ്ങളുടെ ബാച്ചിന്റെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആയിരുന്നു ഞങ്ങളുടെ ഇത്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് റാങ്ക് ഹോൾഡർ അല്ലായിരുന്നു? അതെ. തേർഡ് റാങ്ക്. രഞ്ജിന്റെ അച്ഛൻ ഇപ്പം എറണാകുളത്തുണ്ടോ? എറണാകുളത്ത്. വർക്ക് ചെയ്യുന്നുണ്ടോ? മമ്മിയും ഡാഡിയും വർക്ക് ചെയ്യുന്നുണ്ട്. ഡാഡി ഫിലിം ഫീൽഡിലായിരുന്നു പണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ബിസിനസ് ഒക്കെ ആയിട്ട്. അമ്മ ബാങ്കിലായിരുന്നു. 23 years വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് VRS എടുത്തു. ഓ, അത് ശരി. പപ്പ ഫിലിമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്? ഡാഡി ഫിലിം പ്രൊഡ്യൂസർ ആയിരുന്നു പണ്ട്. ഓക്കെ. പിന്നെ എന്നാ മോള് ഫിലിമിലോട്ടൊന്നും വരാഞ്ഞ്? ഒത്തിരി താമസിച്ചല്ലേ? ഫിലിമിലാ പാടുന്ന കാര്യമല്ല ചോദിച്ചേ. അഭിനയോ? ഇത്രയും കൊല്ലമായിട്ട് അപ്പൻ ഫീൽഡിൽ നിന്നിട്ട് കൊച്ചു വരാതെ അന്ന് ഇപ്പോഴാന്നല്ലോ അഭിനയിക്കാൻ. എനിക്ക് എന്നും പാട്ടുകാരി ആവാനായിരുന്നു താല്പര്യം. ഇപ്പോഴും അത് തന്നെ. ഈ റെഡ് ചില്ലീസിന് ഷാജി സാർ വിളിക്കുന്ന മോഹൻചാട്ടൻ വിളിക്കുമ്പോഴൊക്കെ ഞാൻ ഫോണൊന്നും എടുക്കാണ്ടൊക്കെ നടന്നിട്ടുണ്ട്. മോഹൻചാട്ടൻ ഒരു ദിവസം ഞാൻ എൻ്റെ അടുത്ത് അതെ എന്നെ ആദ്യമായിട്ട് എന്നെ 2 പടത്തിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. 2 ഷാജി സാറിൻ്റെ ആണ്. ഞാൻ എല്ലായിടത്തും പറയുന്നത് എന്നെ കൊണ്ട് അഭിനയിപ്പിച്ച അദ്ദേഹത്തിന്. ഷാജി സാർ ഇങ്ങനെ പറയും ഇന്നത് രഞ്ജിനി ഇവിടുന്ന് ഇവിടെ വരെ വണ്ടി ഓടിക്കണം, അത് കഴിഞ്ഞ് ഇവിടെ ബ്രേക്ക് ഓടണം, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എല്ലാം ഞാൻ ഇങ്ങനെ കേട്ടിട്ട് സാർ പറയുന്ന പോലെ തന്നെ ചെയ്തിട്ട് അപ്പുറത്ത് പോയിരിക്കും. വേറെ ഒന്നും എനിക്കറിയില്ല, വേറെ ഒന്നും ഞാൻ അറിഞ്ഞിട്ടുമില്ല. കഴിഞ്ഞ് പാക്ക് സാർ കുഴപ്പമില്ല, അസലായിട്ടുണ്ട്. ഇതിനെ വെച്ച് ഇരി നല്ല സ്റ്റണ്ട് പടം ഞാൻ അടുത്ത് എടുക്കാമോ? താങ്ക് യു സർ. അപ്പം ഈ പാട്ട് കുഞ്ഞിലെ പഠിച്ചാണ് നമ്മള്? അതെ, അമ്മയുടെ അടുത്ത് തന്നെയാണ് പഠിച്ചത്. അമ്മ PhD ആണ് കർണാട്ടിക് മ്യൂസിക്കില് ചെന്നൈ മദ്രാസ് യൂണിവേഴ്സിറ്റി. ഇഷ്ടമായിരുന്നു മോള് പഠിക്കണം? അച്ഛനായിരുന്നു ഞാൻ പാട്ടുകാരിയാണെന്ന് ഏറ്റവും ഇഷ്ടം.
അച്ഛനാണ് ഭയങ്കര പാട്ട് ഭ്രാന്ത്, അമ്മ പിന്നെ പാടുമായിരുന്നു. അതും കണ്ടിട്ടായിരിക്കുമല്ലോ അമ്മേനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്ടം തോന്നിയത്. ഇവർ ഇഷ്ടപ്പെട്ടിട്ടല്ല കല്യാണം കഴിച്ചതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്കതിൽ നല്ല സംശയമുണ്ട്. അപ്പം ഫസ്റ്റ് പാടിയത് എവിടെയാ? ഞാൻ ആദ്യം ഞാൻ ചെറുപ്പം തുടങ്ങി ഞാൻ ഫസ്റ്റ് പാടി എവിടെയാന്നൊക്കെ ചോദിച്ചു കുഞ്ഞിലെ പോലെ അല്ലേ? കുഞ്ഞിലെ മുതൽ ആൾക്കാർ വീട്ടിൽ വന്ന് പാട്ട് പാടുന്ന് പറയുന്നതിന് മുമ്പ് വാ തുറന്ന് പാടുന്ന ആളായിരുന്നു. അതായത് ഈ പാട്ടൊന്ന് നിർത്തുവോ എന്ന് പറയേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വായിച്ചുകൊണ്ട് വായ കൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വായിച്ച് രാജാ രാജാ ഈ സൈസ് സാധനമായിരുന്നു. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ. എന്നാലും ഫസ്റ്റ് അങ്ങനെ ഒഫീഷ്യലി പാടിയിരിക്കുന്നതൊക്കെ സ്കൂളിലൊക്കെ പാടിയിട്ടുണ്ടാവും. ക്രിസ്മസിനും അതിനൊക്കെ കോൺവെന്റിലായിരുന്നു, ജലലളിത പഠിച്ച സ്കൂളിലായിരുന്നു ഞാനും പഠിച്ച്, ചേർച്ച് പാർക്കിൽ. പിന്നെ എനിക്ക് ഓർമ്മ ഒറ്റയ്ക്ക് ഒരു പാട്ട് പാടുന്നത് പള്ളിയിൽ ചാച്ചൻ എന്നെ കൊണ്ടുപോയി ഞങ്ങളുടെ ഇടവക പള്ളിയുടെ കപ്പേള പെരുന്നാളിന് ഞാൻ ആഹ്ലാദ ചിത്തരായി ആണ് ആദ്യമായിട്ട് പാടിയത്. ആഹ്ലാദ ചിത്തരായി സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ, ശക്തി സംഗീതമാം ഉന്നതനീശനെ പാടി പുകഴ്ത്തിടുവിൻ. ആഹ്ലാദ ചിത്തരായി സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ, ശക്തി സംഗീതമാം ഉന്നതനീശനെ പാടി പുകഴ്ത്തിടുവിൻ. ചെന്നൈയിലൊക്കെ പഠിച്ചേരാ കുഞ്ഞ്, ഒരു തമിഴ് പാട്ടൊന്ന് പാടിയേ. പിന്നെ തീർച്ചയായിട്ടും. ரோஜா பூவாடி வந்தது, ராஜாவை தேடி வந்தது, பூக்கள் கொஞ்சம் நீ சூடு, பூக்கள் கொஞ்சம் நீ சூடு, நான 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 பேசி பேசி ஆகாது, லவ் லவ் என்பதா சொல் சொல் மன்மதா, சொன்னால் போதுமா தாகம் நீளுமா, ரோஜா பூ ஆடி வந்தது. എടോ അടുത്ത പാട്ടുകൂടെ പാടിച്ചാലേ ഞാൻ ജ്യൂസ് തരുള്ളൂ. അയ്യോ, ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ തൊണ്ട പോയി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഞാൻ അങ്ങനെ പറയാറില്ല. എന്നാ പിന്നെ കുടിച്ചിട്ട് പറഞ്ഞു. താങ്ക് യു. ഓക്കെ, ഇത് എന്തൊക്കെയായിരുന്നത്? ഗ്രേപ്പ് ആൻഡ് ലൈം.